ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എനിക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോ ആട്ടോ ഞാനിന്ന് ഷെയർ ആക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളും ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ പണികളും എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം ഞാൻ കേക്ക് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ലുലുവിൽ പോയപ്പോൾ ഇങ്ങനെ ഒരു കേക്കിൻ്റെ ഓഫർ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതൊരു കേക്ക് മിക്സാണ്. ഇതിൽ പിന്നെ എന്തൊക്കെ നമ്മൾ ആഡ് ചെയ്യണം എന്നുള്ളത് അവർ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ആഡ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കാം. അപ്പം ഞാൻ അത് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ വേഗം തന്നെ കേക്ക് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ കേക്ക് ഉണ്ടാക്കാനുള്ള കേക്ക് ടിന്നോ അല്ലെങ്കിൽ ഹാൻഡ് മിക്സറോ അങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ എൻ്റെ കയ്യിലില്ല കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുക ചെയ്തത്. അപ്പോൾ ചേട്ടൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്ക് കട്ടിങ് ഒന്നും വേണ്ട ഇപ്രാവശ്യം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് ഓഫറിൽ കണ്ടപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതെടുത്തൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ അതിൽ എഴുതിയിട്ടുള്ളത് ഹാൻഡ് മിക്സർ വെച്ചിട്ട് ബീറ്റ് ചെയ്തിട്ട് ചെയ്യാനാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചു, നമ്മൾ അടിക്കണ സമയത്ത് ചൂടാവാതിരിക്കാൻ. എന്നിട്ട് അതിൽ എഴുതിയിട്ടുള്ള പോലെ 3 മുട്ട, പിന്നെ ഓയില്, വെള്ളം, ഇത്രയും സാധനങ്ങൾ ആദ്യം തന്നെ ഞാനൊന്ന് അടിച്ചു. എന്നിട്ട് പിന്നെ അതിലേക്ക് പാക്കറ്റിലുള്ള കേക്കിൻ്റെ മിക്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ചെയ്തത്. അപ്പോൾ പിന്നെ ഇത് അടിക്കണ സമയത്ത് ചൂടാവാതെ നോക്കണം ഈ മിക്സിയുടെ ജാറ്. പിന്നെ ഞാൻ 2 ബാച്ചായിട്ടാട്ടോ ഇട്ട് കൊടുത്തത്. കാര്യം ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ കൊണ്ടില്ലെങ്കിലോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 2 ബാച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് അടിക്കുക ചെയ്തത്. പിന്നെ ഒരുപാട് സമയമൊന്നും ഞാൻ അടിച്ചിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് അപ്പം തന്നെ ഓഫ് ചെയ്യുക, അങ്ങനെ ഞാൻ ചെയ്തിരുന്നത്. കാരണം ജാറ് ചൂടായി കഴിഞ്ഞാൽ ചിലപ്പോൾ കേക്ക് കൊളാവുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഈ കേക്ക് അടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ. ഞാനൊരു മിൽക്ക് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ എടുത്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇങ്ങനെ മൂക്കിലേക്ക് അടിച്ച് കയറുന്ന പോലത്തെ ഒരു സ്മെല്ലുണ്ടല്ലോ, അങ്ങനത്തെ ഒരു സ്മെല്ലായിരുന്നു. നമുക്ക് അപ്പം തന്നെ കഴിക്കാൻ തോന്നുന്ന ഒരു സ്മെല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ സ്റ്റെപ്പായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്ത് അടിച്ചെടുത്തു. അപ്പോൾ ഒരു മിക്സിയുടെ ജാറ് ഫുള്ളായിട്ട് ബാറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ മുകളിൽ ബബിൾസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടിയിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്ന പോലെയൊക്കെ തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വിസ്കോണ്ടും കൂടി വന്നിട്ട് ഇളക്കി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൽ തന്നെ വെച്ചിട്ടൊന്ന് ഇളക്കി. പക്ഷെ അതെനിക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു മിക്സിംഗ് ആണെന്ന് തോന്നിയില്ല. അപ്പം ഞാൻ ഒരു ഗ്ലാസിൻ്റെ ബൗൾ എടുത്തിട്ട് അത് ഫുള്ളായിട്ട് അതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അപ്പോൾ കട്ടയൊക്കെ ഉടഞ്ഞു. പിന്നെ ബബിൾസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവനിലുള്ള ആ ട്രെയിൽ തന്നെയാട്ടോ. എൻ്റെ കയ്യിൽ വേറെ കേക്ക് ടിന്നൊന്നുമില്ല. അപ്പം ഞാനിതിൽ ഓയിൽ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തു. അപ്പോൾ ഓവൻ ഞാൻ ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു 10 മിനിറ്റ്. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ നോർമലായിട്ട് കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുന്ന അത്ര സമയം ഞാൻ വെച്ചിട്ടില്ല. കാരണം ഇതിൻ്റെ തിക്നെസ് കുറവാണല്ലോ, ഇത് ഓൾറെഡി ഇങ്ങനെ പരന്നിട്ടല്ലേ കിടക്കുന്നത്. അപ്പം ഞാൻ ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് വെന്ത് കഴിഞ്ഞോ നോക്കിയിട്ട് അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് നേരെ ഓവനിലേക്ക് വെച്ച് കൊടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഓവനിലേക്ക് വെച്ച് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ആ സെൻറ്ററിൽ ഒരു കട്ടിങ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ബട്ടർ പേപ്പർ ഞാൻ 2 എണ്ണാക്കിയിട്ട് വെക്കുക ചെയ്തത്. അതിൻ്റെ വലിപ്പത്തിലുള്ള ബട്ടർ പേപ്പർ അങ്ങനെ കിട്ടിയിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അത് ഞാൻ വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആ സെൻറ്ററിലുള്ള പോർഷൻ ഇങ്ങനെ പൊന്തി വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കൊളായെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. ലുക്കിൽ പക്ഷേ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇങ്ങനെ. പിന്നെ എൻ്റെ കയ്യിൽ കറക്റ്റായിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ലല്ലോ കേക്ക് ബേക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആശ്വസിച്ചു. എന്നിട്ട് പിന്നെ ഞാൻ ഈ കേക്ക് ഓവനിൽ നിന്ന് എടുത്തു. കേക്ക് കുക്കായിട്ടുണ്ടായിരുന്നു നോക്കിയപ്പോൾ. പിന്നെ ഞാനിത് ചൂടാറാനായിട്ട് അകത്ത് കൊണ്ടുവച്ചു കേട്ടോ ടേബിളിന്മേൽ.
അവിടെ അടുക്കളയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ചൂടാറില്ലല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവച്ചു. പിന്നെ കേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അത്ര വലിയ ലുക്ക് തോന്നണമൊന്നുമില്ല. ഇങ്ങനെ ഞാൻ ശരിക്ക് ബബിൾസ് ഒന്നും കളയാത്തോണ്ടാന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ മേളിലൊക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ പോളം പോലെയൊക്കെ ഇങ്ങനെ വന്നിട്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ മോള് ഇവിടെ പിണങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ, എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, നീ അങ്ങനെയാണെങ്കിൽ അപ്പയ്ക്കൊരു കാർഡ് ഉണ്ടാക്കി കൊടുത്തതെന്ന് പറഞ്ഞിട്ട് ഞാനൊരു പേപ്പർ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളത് അവിടെ ഇരുന്ന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഹെൽപ്പൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ അവൾ സ്വന്തമായിട്ട് കുറേ കാര്യങ്ങൾ അതിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആകെ പോയിട്ട് എഴുതി. അപ്പോൾ മോൾ അവിടെ ഇരുന്നിട്ട് കാർഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ പിന്നെയും അടുക്കളയിലേക്ക് വന്നു. കാരണം കേക്കിനുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കണമല്ലോ. അപ്പം ഞാൻ വിപ്പിംഗ് ക്രീം ഈ പൗഡർ ആട്ടം എടുത്തിട്ടുണ്ടായിരുന്നത്, പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ക്രീമാക്കുന്നത്. അപ്പോൾ മിക്സി ജാറ് ഞാൻ ഓൾറെഡി ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കറക്റ്റ് ആവോ ശരിയാവോ എന്നൊന്നും അറിഞ്ഞിട്ടല്ല കേട്ടോ ഞാൻ ചെയ്തത്, വെറുതെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ ഹാൻഡ് മിക്സർ ഇല്ലാത്തതുകൊണ്ട് വേറെ വഴിയൊന്നുമില്ല. വിസ്ക് വെച്ചിട്ടാക്കുമ്പോൾ കുറേ ടൈം എടുക്കുമല്ലോ. അപ്പം ഞാൻ അതിലത്തെ ഒരു പാക്കറ്റ് അതിൽ പൊട്ടിച്ചിടുന്നുണ്ട്. പിന്നെ ഒരു പാക്കറ്റിന് ആവശ്യമായിട്ടുള്ള പാൽ അവരതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് എനിക്കിപ്പോൾ ഓർമ്മയില്ല. എന്നിട്ട് അതും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അത് അടിച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ എൻ്റെ മിസ്സായി പോയിട്ടാ. എന്നിട്ട് ഞാൻ കേക്ക് ഇനിയിപ്പോൾ ലെയർ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് വന്നു. സത്യം പറഞ്ഞാൽ വിപ്പിംഗ് ക്രീമൊക്കെ അത്യാവശ്യം നല്ല തോൽവിയായിരുന്നു. അപ്പം തന്നെ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടാണ്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഉണ്ടാക്കിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാം, കേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ കേക്ക് സെൻറ്ററിൽ കട്ട് ചെയ്തെടുത്തപ്പോൾ ഞാൻ സൈസ് കൂടുതലായതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഞാൻ അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ കേക്ക് അവിടെ വെച്ചിട്ട് ചെറുതായിട്ടൊന്നും പൊട്ടിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ അതും കൂടി ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര മൂഡ് ഓഫായി. ഇനിയിപ്പോൾ ഇത് ചെയ്യണോ അല്ലെങ്കിൽ ഇത് കളഞ്ഞാലോ, ഇനി എന്താ ചെയ്യാന്നൊക്കെ ആലോചിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ, പറ്റണ പോലെ അങ്ങനെ ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഒപ്പിച്ച് ചെയ്തു. പിന്നെ വിപ്പിംഗ് ക്രീമൊക്കെ ഭയങ്കര തോൽവി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് കട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മിക്സിയിലിട്ട് അടിക്കാൻ എനിക്ക് പേടി, കാരണം പിന്നെ അടിച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ലൂസായി പോവും, പിന്നെ അത് കട്ടയാവില്ല. അപ്പം ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു, പറ്റണ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ ആ പൊളിഞ്ഞ ആദ്യം പൊട്ടിയ ഭാഗം അവിടെ ഫസ്റ്റ് വെക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പുറത്തെ ഭാഗം എടുത്തു. അപ്പോൾ അപ്പുറത്തെ ഭാഗം പൊട്ടിപ്പോയി. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ വന്നു കേട്ടോ, ഇത് കോളായി പോയില്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ അങ്ങനെ അങ്ങോട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അതിൻ്റെ സൈസ്, കേക്കിൻ്റെ സൈസ് കുറച്ചു. ഞാൻ വിചാരിച്ചു സൈഡിൽ നിന്നുള്ളതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞ് കേക്കിൻ്റെ സൈസൊക്കെ കുറച്ചു. അങ്ങനെ ലാസ്റ്റുള്ള ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ കേക്കിൻ്റെ. പിന്നെ ഞാൻ ലെയർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വിപ്പിംഗ് ക്രീം തേച്ചിട്ട് പിന്നെ അടുത്തതും കൂടി വെച്ച് കൊടുത്തു. പിന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒന്ന് ലൂസാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ മുകളിൽ വിപ്പിംഗ് ക്രീം തേച്ചു. പിന്നെ വിപ്പിംഗ് ക്രീമൊക്കെ മുകളിൽ തേക്കണ സമയത്തൊക്കെ ഭയങ്കര തോൽവിയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ ഓഫ് ചെയ്തു, കാരണം വീഡിയോ എടുക്കാനൊന്നും ഒരു മൂഡുണ്ടായിരുന്നില്ല. ആകെ കൊള്ളായ പോലെ എനിക്ക് തോന്നിയിട്ടാണ്. പിന്നെ ഓഫീസിൽ നിന്ന് ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ഐസു മോള് ഇവിടെ കാർഡ് കൊടുക്കുന്നുണ്ട്. കാർഡ് നല്ല അടിപൊളിയായിട്ട് അവൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ ഹാർട്ട് ഷേപ്പൊക്കെ അവളുടെ തന്നെ ഐഡിയ ആയിരുന്നു, ഞാൻ പറഞ്ഞു കൊടുത്തതൊന്നല്ല, അവൾ സ്വന്തമായിട്ട് ചെയ്തതാട്ടോ അതൊക്കെ. കഴുത്തിലിടാൻ പാടില്ല.
പിന്നെ ഇതാണ് കേക്ക് ഫൈനൽ ലുക്ക് കേട്ടോ. കേക്ക് ഞാൻ എങ്ങനെയൊക്കെയോ ഇങ്ങനെ ആക്കിയെടുത്തു. പിന്നെ ലുക്ക് നോക്കിയിട്ട് കാര്യമില്ല, കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. ലുക്ക് വലിയ കാര്യമായിട്ടുണ്ടായിരുന്നില്ലെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ കേക്ക് കട്ട് ചെയ്തു. അപ്പോൾ കേക്ക് കട്ട് ചെയ്യണ സമയത്ത് എൻ്റെ ബ്രദറും അവൻ്റെ റൂമിലെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഗിഫ്റ്റായിട്ട് ചേട്ടന് വാങ്ങിച്ചത് കൂളിംഗ് ഗ്ലാസ് ആയിരുന്നു. പിന്നെ കേക്ക് അങ്ങനെ വിചാരിച്ച പോലെ അത്ര സെറ്റപ്പ് ആയില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു നന്നായിട്ട്. അതേപോലെ സർപ്രൈസും ചെറുതായിട്ടൊന്ന് കൊളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സർപ്രൈസായിട്ട് വാങ്ങിച്ചതായിരുന്നു കേട്ടോ കൂളിംഗ് ഗ്ലാസ്. പക്ഷേ ഓൾറെഡി സർപ്രൈസൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ ഗിഫ്റ്റ് കൊടുത്തു. പിന്നെ ഞാൻ കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചത് കൊടുത്തു. പിന്നെ ഗിഫ്റ്റൊക്കെ എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചത് ചേട്ടന് നന്നായിട്ട് ഇഷ്ടമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഗ്ലാസ് എന്തോ ഒട്ടിച്ചത് എന്തോ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് ഞങ്ങൾ പോയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കേക്കൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും അങ്ങനെ പിരിഞ്ഞു. പിറ്റേ ദിവസം ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതാണ് കൂളിംഗ് ഗ്ലാസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതെൻ്റെ അനിയൻ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള ഷർട്ടാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ തുണി നല്ല രസമുണ്ടായിരുന്നു. ഒരു ഇങ്ങനെ നൂലുകൊണ്ട് ഇങ്ങനെ ഇഴ നെയ്ത് നമ്മൾ വയ്ക്കില്ലേ, അങ്ങനത്തെ ഒക്കെ ഒരു മോഡൽ ഷർട്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം. ഇതാണ് നമ്മുടെ നോർമലായിട്ട് ഉണ്ടാകുന്ന ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ വീഡിയോ. ഭയങ്കര ഓവറായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റും അങ്ങനെ സർപ്രൈസ് അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരിക്കും കേട്ടോ. അങ്ങനെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.